ഹേ സോൾസ്, hope you are doing well. Explore your destiny. സോ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നും അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അവരെന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അടുത്തതായി ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു റീഡിങ് കാണാൻ നേരത്തെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം. ഓക്കെ, അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ 3 തവണ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, തീർച്ചയായും ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഒരു റീഡിങ് കാണാൻ നേരത്ത് നിങ്ങളെ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും എന്റെ പേഴ്സൺ എന്നെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാനായിട്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് വീണ്ടും ഇപ്പോൾ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്നേഹവും ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹം ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം ഈ ഒരു വ്യക്തി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി തന്നെ നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റിൽ ആക്ഷൻ എടുക്കും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ, ഞാനായിട്ട് പോയി കോണ്ടാക്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കും. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇത്. ഓക്കെ, ഒരു മടിയില്ലാതെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾ മേ ബി അത്രയ്ക്കും ലോയൽ ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി എന്നിട്ടും നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാതെ നിൽക്കാതെ, നിങ്ങൾക്കൊരു വിലയും തരാതെ ഒരു പോയ വ്യക്തി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്രയ്ക്കും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ട്രസ്റ്റ് ആയിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു വാല്യൂവും തരാതെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പം നിങ്ങളുടെ കൂടെ നിൽക്കാതെ പോയൊരു വ്യക്തി. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും മുന്നിൽ ഈ ഒരു വ്യക്തിയുടെ സപ്പോർട്ടായിട്ട് നിന്നത്, അല്ലെങ്കിൽ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞു നിന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. ഈ ഒരു വ്യക്തിയുടെ സൈഡിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഒന്നും നോക്കാതെ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങളിപ്പം ഡിസ്റ്റൻസിലാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു കെയറും കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പം ഒരു സമയം തന്നെ ഒരേ ഫീലിങ്സ് ആയിരിക്കും, പക്ഷെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആരും അറിയുന്നില്ല. നിങ്ങൾ ഈ ഒരു വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ചോദ്യം വന്നേക്കാം, ഞാൻ ഈ ഒരു ഇരുന്ന് ചിന്തിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്, എന്നെ കുറിച്ച് ഈ ഒരു വ്യക്തി ഒന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. ആ ഒരു വ്യക്തി അവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു, ഞാനിവിടെ ആ ഒരു വ്യക്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. ഓക്കെ, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു ടൈമിലെല്ലാം ഈ ഒരു സെയിം ഫീലിങ്സും ഈ ഒരു വ്യക്തിക്കുണ്ട്, പക്ഷെ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായാലും ഫ്യൂച്ചറിലേക്ക് പോകും. നിങ്ങളിപ്പം ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനി ഒന്നിക്കുമെന്ന് പോലെയുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു ഫ്യൂച്ചർ ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. മേ ബി പേടിച്ച് നിൽക്കുകയായിരിക്കും ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നുമുള്ള റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് അയക്കുമ്പം റിപ്ലൈ തന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിന് റെസ്പോണ്ട് ചെയ്തില്ലേ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കും. നിങ്ങൾ അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് ഒരുപാട് നേരം വിഷമിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവും. സോ അതിലേക്ക് പോകാനായിട്ടുള്ള ഒരു പേടി കാരണം മേ ബി നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിലും ആ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുത്തിരിക്കും. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മേ ബി ഈ ഒരു വ്യക്തിയോടുള്ള ഒരു വാശി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയി, അങ്ങനെയുള്ള ഒരു വിഷമം മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു തവണയെങ്കിലും എനിക്ക് ജയിച്ച് കാണിക്കണം, ഈ ഒരു വ്യക്തിയുടെ കാട്ടിലും ഈ ഒരു വ്യക്തിനെ കാട്ടിലും ഒരു പടിയെങ്കിലും മുന്നിലേക്ക് എനിക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയിൽ വാശി കയറി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മേ ബി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഓക്കെ, കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ.
നിങ്ങൾ തീർച്ചയായും ഉയർച്ചയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തിയെ അത് മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും റിലേഷനിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കാര്യമല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാറിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, നിങ്ങൾ പണ്ടത്തേനെക്കാട്ടിലും ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് വരുമ്പം തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായും അറിയാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കും. നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഇപ്പം ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ബ്രേക്കപ്പ് ആണോ ചോദിച്ചാൽ അതെ, അല്ലെന്നുണ്ടെങ്കിൽ അല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരും കാണും. ഒരു ലെസ് കോണ്ടാക്ട്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനേ ഇല്ല. റിലേഷനിലാണോ എന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സംശയമാണ്. അങ്ങനെ പോകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരും, തീർച്ചയായും ഒരു ബാലൻസ് വരും. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും കൂടെ, നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും. ഓക്കെ, ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ, ജംഗ്ലിംഗ് സിറ്റുവേഷൻ വരും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പം. ഓക്കെ, അതില് ഈ ഒരു വ്യക്തി ചില കാര്യങ്ങളൊന്നും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് എടുക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയും നിങ്ങൾക്കും ഇടയിൽ ഇപ്പം ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, ജംഗ്ലിംഗ് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് വരും. അത് വരുന്നത് ഈ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ട് നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചിട്ട് പോലും നിങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യാതെ പോയ ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു വ്യക്തി ആ ഒരു ടൈമിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാലും നിങ്ങൾ അത് കേൾക്കാൻ നിൽക്കണം എന്നില്ല എന്നൊരു ഉറച്ച ബോധ്യം ഈ ഒരു വ്യക്തിക്കുണ്ട്. കാരണം നിങ്ങളോട് കാണിച്ചത് അത്രമാത്രമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്രയും ട്രസ്റ്റ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ട്, വിശ്വസിച്ച് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ട്, ഈ ഒരു വ്യക്തി ഒരു ടൈം ആയപ്പം നിങ്ങളെ ഒരു കറിവേപ്പില പോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് വളരെയധികം വേദന തരികയും നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കരഞ്ഞ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം, അത് നിങ്ങളതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് കാലം എടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ചിലരൊക്കെ ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട സമയത്ത് വരാ പോവാ. ഓക്കെ, നമ്മൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന എന്തായാലും ഈ ഒരു വ്യക്തിക്ക് അത് മാറ്റാനായിട്ട് സാധിക്കില്ല. എന്തായാലും നിങ്ങളുടെ ആ ഒരു പോയ സമയം എന്തായാലും ഈ ഒരു വ്യക്തിക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, എന്നാലും നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, ആ ഒരു വ്യക്തിക്ക് സംഭവിച്ച ആ ഒരു തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വരുമ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ അടുത്ത് റിയാക്ട് ചെയ്ത് ഒരടി കൊടുത്താലും സാരമില്ല, ഈ ഒരു വ്യക്തി ഓക്കെ ആയിട്ട് നിൽക്കും. കാരണം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടേക്ക് പോയി ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങോട്ട് പോയി ചേസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് കോണ്ടാക്ട് വരാത്തൊരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി ചേസ് ചെയ്യുമ്പം ഈ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചിന്തയിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ എന്തായാലും ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ എത്രയൊക്കെ വേദനിപ്പിച്ചാലും ഈ ഒരു വ്യക്തി പിന്നെയും പിന്നെയും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഏത് സമയം അങ്ങോട്ടേക്ക് പോയാലും തിരിച്ചെനിക്കൊരു റെസ്പോണ്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ അത്രയ്ക്കും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ എനിക്ക് നിങ്ങളില്ലെങ്കിലും എനിക്ക് വേറൊരു പേഴ്സണെ കിട്ടും എന്നുള്ളൊരു തോട്ട് ഈ ഒരു വ്യക്തിക്ക് വരും. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചേസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾ ചേസ് ചെയ്യുന്നത് നിർത്തി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്ന് നോക്കാതെ നിങ്ങൾക്ക് ഒരു ഹേർട്ടിങ് ഉണ്ടായിട്ട് നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഓക്കെ ആണ്, എനിക്കൊരു സംഭവം പറ്റിയിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തിക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടാണോ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്, അതോ നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് വന്നതാണെന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് വരും. ആരാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ കൊണ്ടുവന്നത്? അത് അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, എന്തായാലും അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാനാണോ അതോ അവളാണോ എന്നെ തേച്ചത്. ഓക്കെ, അവനാണോ അവളാണോ എന്നെ തേച്ചത്, ഇതിൽ ആരായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് വരും. ആ ഒരു ടൈമിൽ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഇത്രയ്ക്കും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ എന്താണ് കാരണം, നിങ്ങൾക്ക് ഇനിയും വേറെ വല്ല പാർട്ട്ണറേയും കിട്ടിയോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി എന്തായാലും
തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പക്ഷേ അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കോമൺ ഫ്രണ്ട്സിനോടൊന്നും നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു സ്മൈൽ ഇട്ടിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയാം. നിങ്ങൾ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് പേരോട് ഷെയർ ചെയ്യും. ആ ഒരു ടൈമിൽ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഒരുപാട് പേർക്ക് ഒരു ഡിസ്റ്റൻസിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്ത് പറയുമ്പം ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ പണി തരാനായിട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ഷെയർ ചെയ്യാതിരിക്കുക. എന്ന് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ അങ്ങോട്ടേക്ക് ചേസ് ചെയ്യുന്ന പരിപാടി നിർത്തുന്നോ, ആ ഒരു ടൈമിൽ തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങോട്ടേക്ക് ചേസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ഒരു അനക്കവും ഇല്ലാതിരിക്കുമ്പം ഈ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും തോന്നും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ സംഭവിച്ചോ എന്നുള്ള ഒരു തോന്നൽ കാരണം എന്തായാലും ഈ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ തീർച്ചയായും വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയാസിലായിക്കോട്ടെ എല്ലാ രീതിയിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലാണ്. സോ നിങ്ങൾ എന്തായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നിങ്ങൾ കരഞ്ഞ് ഈ ഒരു വ്യക്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാനായിട്ട് ഇടയാവില്ല. കാരണം ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു വ്യക്തി ഓക്കെ ആവും. ഓക്കെ, അത് കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇമോഷൻസ് ഉണ്ട്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പം ഒറ്റയ്ക്കാണ്, നിങ്ങളിപ്പം റിലേഷനിലല്ല, വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വിഷമം നൽകുന്നുണ്ട്. മേ ബി നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ വെറുതെയാണ്, ഞാൻ നോക്കുമ്പോൾ എല്ലാം ഈ ഒരു വ്യക്തി ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറീസ്, ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഈ ഒരു വ്യക്തി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് വിഷമമുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസ്, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, പുറത്ത് കാണിക്കുന്നില്ല. കാരണം നിങ്ങളെ അറിയണ്ട അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും ചെയ്യുന്നതായി കാണുന്നു. അതൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അതൊക്കെ ഹൈഡാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സിനോട് പോലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു വ്യക്തിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ശ്രമിക്കുമ്പം ആ ഒരു പേഴ്സന്റെ അടുത്ത് പോലും ഈ ഒരു വ്യക്തി പറയാറ് എനിക്ക് ഇപ്പം അങ്ങനെയുള്ള ഫീലിങ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നായിരിക്കാം. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. ആ ഒരു വ്യക്തി അതൊന്നും തുറന്നു കാണിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഇപ്പം നിങ്ങളുടെ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരുപാട് നാളത്തേക്ക് അകന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം മേ ബി നിങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ആ ഒരു ബോണ്ടിങ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. നിങ്ങൾ എത്ര വർഷമായിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കുകയാണെങ്കിലും എത്ര മാസമായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും കോണ്ടാക്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ടൈമിലുള്ള വോയിസ് മെസ്സേജസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കോൾ റെക്കോർഡിങ്സ് ആയിരിക്കാം, അതെല്ലാം ഈ ഒരു വ്യക്തി റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നതായി കാണുന്നു. മേ ബി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ ഇപ്പൊ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തോന്നലാണ്. ഈ ഒരു വ്യക്തി ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ മെമ്മറീസും കാര്യങ്ങളും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായും ഈ ഒരു റീഡിങ് കാണുന്ന 80% ആൾക്കാർക്കും ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഒരു 4 അവേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ 8 അവേഴ്സിനുള്ളിൽ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കോളർ മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലർക്ക് ഒരു 24 അവേഴ്സ് ആയിരിക്കാം. തീർച്ചയായും ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു യൂണിവേഴ്സ്.